എൻ്റെ ഒരു തെറ്റായ ധാരണയായിരുന്നു കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഡീസൻസി, മര്യാദ, മനുഷ്യത്വം, ആളുകളോട് കുറച്ച് നന്നായി പെരുമാറാനുള്ള ഒരു മനസ്സ്, സ്നേഹം, ഇതൊക്കെ വരുമെന്നുള്ള ഒരു തെറ്റായ ധാരണ. ഞാൻ ഇതിവിടെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ 6-ാം നൂറ്റാണ്ടുകാരുടെ തൊള്ളപൊളി കേട്ട് പേടിച്ചിട്ട് വിറച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ട് നാണം കെട്ട് തവിട് പൊടിയായ ഒരു മുതലാളി ഉണ്ട്, ഫൈസലിക്ക. ആളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വലിയ പുള്ളിയാണ്. ലോകത്തുള്ള സകലമാന സെലിബ്രിറ്റികളെയും ഒരു വിരലിൽ ഞൊടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ആള് തന്നെയാണ്. ഇക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങ് പാകിസ്ഥാനിലുള്ള ആളുകളെ വരെ കൊണ്ടുവരാൻ ചിലപ്പോൾ പറ്റിന്ന് വരും. അങ്ങനെ ഒരു വലിയ മുതലാളിയുടെ ഗൃഹപ്രവേശന ചടങ്ങിട്ടാ പറ്റരുതല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞ നിങ്ങൾ ആ പരിപാടി കണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് ഒരുപാട് ആളുകൾ ആ പരിപാടിയിൽ വന്നിട്ടുണ്ട്, കുറെ സെലിബ്രിറ്റീസും വന്നിട്ടുണ്ട്. കൊട്ടാരം പോലത്തെ ഒരു വീടല്ലേ, മുതലാളിക്കാണെങ്കിൽ പൂത്ത കാശുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് സെലിബ്രിറ്റികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ വരാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ അപ്പൊ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ എങ്ങനെയാണോ മുതലാളി കുത്തിയിരുന്നിട്ട് ഫോണിൽ വിളിച്ചതെന്നാണ്. അങ്ങനെ അത് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, എല്ലാവരെയും വിളിക്കാൻ ഒരു PR-നെ ഏൽപ്പിച്ചിട്ടുണ്ടാവുമെന്ന്. ഇപ്പൊ മൊത്തം PR-ന്റെ കളികളാണല്ലോ. ഇനി അനിമോളുടെ PR-നെ എങ്ങനെയാണോ മുതലാളി ഏൽപ്പിച്ചതെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ആരെ ഏൽപ്പിച്ചാലും മുതലാളി PR-നെ വെച്ചിട്ടായിരിക്കും ഇത്രയും ആൾക്കാരെ വിളിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ മുതലാളി ആരെ വേണമെങ്കിലും വിളിച്ചോട്ടെ, അതിൽ നിനക്ക് എന്താ പ്രശ്നം എന്നാണ് നിങ്ങൾ ഇനി എന്നോട് ചോദിക്കുന്നതെങ്കിൽ, ഇത്തവണത്തെ സീസൺ 7 ബിഗ് ബോസിൽ ഞാൻ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചത് 3 പേരെയാണ്. ഒന്നാമത്തേത് അനീഷ്. ആളൊരു കോമണർ ആയതുകൊണ്ട്, എൻ്റെ ഒരു നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നല്ലൊരു മനുഷ്യനും കൂടിയാണെന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായതുകൊണ്ട്. അതുപോലെ അടുത്തതാണ് ആദില നൂറി. അവർ വിജയിക്കണമെന്ന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിലെ കുറെ പ്രാഞ്ചേട്ടന്മാരും ഇതുപോലെയുള്ള കുറെ പ്രാഞ്ചേട്ടന്മാരും 6-ാം നൂറ്റാണ്ടുകാരും ശിലായുഗ ടീംസും ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടവരായതുകൊണ്ട് തന്നെ അവർ വിജയിച്ചു വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ബിഗ് ബോസിൽ അവർക്ക് ഒന്നാമതാവാൻ സാധിച്ചില്ല. പക്ഷെ ഒരുപാട് പേരുടെ മനസ്സിൽ അവർ കയറി പറ്റിയിട്ടുണ്ട്. അവർ ഒരുപാട് പേർക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ട് അവർക്ക് ഉണ്ട്. കുറെ ഇതുപോലുള്ള 6-ാം നൂറ്റാണ്ടുകാരും കുറച്ച് ശിലായുഗ ടീംസും എതിർക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ആദിലയും നൂറയും ഈ മുതലാളിയുടെ വലിയ കൊട്ടാരം പോലത്തെ വീട്ടിലേക്ക് ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് അതിഥികളായി എത്തി. വെറുതെ വലിഞ്ഞു കയറിയിട്ട് വന്നതല്ല, അവര് ക്ഷണിച്ചിട്ട് തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. അതിപ്പോ ഇക്ക നേരിട്ടായിരിക്കില്ല വിളിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PR തന്നെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഇവര് വന്ന് ഇവരുടെ ഒപ്പം ഫോട്ടോയും അതുപോലെ ഇവർക്ക് ഷെയ്ക്കൻഡ് കൊടുത്തു, ഇവരെ കുറിച്ച് സംസാരിച്ചു. ഇവർക്ക് എന്താ പറയാ, നല്ല രീതിയിൽ ആ വീടൊക്കെ ചുറ്റി കാണിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായി. ആ പരിപാടികളുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഇവിടെ വെക്കാം. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു, എല്ലാവരെയും ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ. എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 6-ാം നൂറ്റാണ്ടുകാരെയും ശിലായുഗക്കാരെയും ഒക്കെ ഇവിടുന്ന് മാറ്റി നിർത്തിക്കോട്ടെ. ഞാൻ മനുഷ്യത്വമുള്ളവര്, സ്നേഹമുള്ളവര്, ഒരാൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഇവിടെ പറയണേ. അവർക്ക് എന്തായാലും ഇത് കണ്ടപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഈ പോസ്റ്റ് കണ്ടപ്പോൾ. ഈ പോസ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതല്ല അതിൻ്റെ ഒരു ശരി. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ശരിയാണ്, ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ട് ഇക്ക പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലേ? എന്നിട്ട് എന്താ ഇവർ ഒഴിവാക്കിയാണോ? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കാര്യത്തിൽ കിടക്കാം. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിന് സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇക്കയുടെ ഒരു പോസ്റ്റ്. ഇക്കയുടെ പോസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ? അതായത് മാതാപിതാക്കളെ ബഹുമാനിച്ചില്ലെന്ന്. എന്തിനാണ് എല്ലാ മാതാപിതാക്കളെയും ബഹുമാനിക്കുന്നത്? എനിക്കിപ്പോഴും ആ കാര്യം മനസ്സിലായിട്ടില്ല. എന്തിനാണ് നമ്മളെല്ലാ മാതാപിതാക്കളെയും ബഹുമാനിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ദ്രോഹിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം, അല്ലാതെ നമ്മൾ ദ്രോഹിക്കുന്നവരല്ല. അതായത് ഇതില് വേറെ എന്തും അവിടെ കിടന്നോട്ടെ, വേറെ എന്ത് കാര്യം ആദിലയും നൂറയും പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളും ഇതിലുണ്ട് മാതാപിതാക്കൾക്കെതിരെ. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതിനൊന്നും തെളിവുകൾ, കൃത്യമായ തെളിവോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ സ്വന്തം മക്കളെ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, കൂടെ നിർത്താത്തവര് മാതാപിതാക്കളല്ല എന്ന് ഞാൻ പറയുള്ളൂ. അവരെ മാതാപിതാക്കൾ അവരെ കൂടി ഉണ്ടെങ്കിൽ അവരെ ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ അവരെ കൂടി ഉണ്ടായിട്ടില്ല. ഏതൊരു സാഹചര്യം ആയിക്കോട്ടെ, ആ ഒരു സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ പിന്നെ അവരെ മാതാപിതാക്കളൊന്നും വിളിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ പറയേണ്ട കാര്യം? ഇങ്ങേർക്ക് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്നിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ആദ്യത്തെ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒന്നും കൂടി അത് വായിക്കാം.
എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തിനാണ് എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ട കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ബിസിനസ്സുകാരാകുമ്പോൾ എല്ലാവരെയും കാശ് പെട്ടിയിൽ വീഴണ്ടേ? പെട്ടിയിൽ വീഴണമെങ്കിൽ എല്ലാവരും വരണ്ടേ? അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം. ചില നായ്ക്കൾ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റില്ല. കൂട്ടം കൂടിയിട്ട് ആക്രമിക്കുമ്പോൾ അത് ചിലർക്ക് നേരിടാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു ആക്രമണത്തിന് പേടിച്ചിട്ടാണ് ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റായിട്ട് വന്നിട്ടില്ലേ 100% ഉറപ്പാണ്. അങ്ങേരല്ലാണ്ട് ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആളുടെ മനസ്സ് ഇതുപോലെയാണോ എന്ന് അറിയില്ല. അങ്ങനെ അവിടെ സ്റ്റേജിൽ നിർത്തി ഫോട്ടോ എടുക്കേണ്ട കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള കുറെ പട്ടിക്കാട്ടങ്ങളുടെ ഈ പറഞ്ഞ പേടിപ്പിക്കൽ തന്നെയാണ് ആളെ ബാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതുപോലെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലെ പോസ്റ്റൊക്കെ ഇട്ട് അപമാനിക്കുന്നതിനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വേറെ ഭാഷയിലാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വേണമെങ്കിൽ കമന്റിൽ ഇട്ടോടാ. ഞങ്ങളുടെ നാട്ടിൽ വേറെ ഭാഷയിലാണ് പറയുന്നത്. ആ ഭാഷ ഞാൻ ഇവിടെ ഉപയോഗിക്കില്ല എന്ന് മാത്രം. ഏതൊരു ബിസിനസ്സുകാരനും ഈ ഒരു നിലപാട് ഒരു പക്ഷേ എടുക്കേണ്ടി വരും. കാരണം ചെയ്യുന്നത് ബിസിനസ് ആയതുകൊണ്ട് തന്നെ കച്ചവടം വേണമെങ്കിൽ ശിലായുഗ തോൽവികളെയും 6ാം നൂറ്റാണ്ടുകാരെയും ഒക്കെ സുഖിപ്പിച്ച് കൊണ്ട് നടക്കേണ്ടി വരും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതായത് ഈ 6ാം നൂറ്റാണ്ടുകാരെയും അതുപോലെ തന്നെ ഈ ശിലായുഗക്കാരെയൊക്കെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല. ഭൂരിപക്ഷം അവരാണല്ലോ. നീതി, ന്യായം, മനുഷ്യത്വം അങ്ങനത്തെ ഒരു സംഭവത്തിനൊന്നും ഇവിടെ വിലയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിലപാടൊക്കെ മാറ്റി വെച്ച് പൈസ മാത്രം മുന്നിൽ കണ്ട് നിൽക്കേണ്ടി വരുന്നതാണ് ഞാൻ ചുരുക്കം. മലയാളികൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ ലാലേട്ടൻ, മോഹൻലാൽ. ദ്രോഹിക്കൽ മാത്രമല്ല, മലയാളികളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ലാലേട്ടനാണ്. ഈ ലാലേട്ടന്റെ മനസ്സൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിച്ച് വരുന്നത്. ആ മനുഷ്യൻ എന്ത് നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് ഇതിലൂടെയാണ് എനിക്ക് ആ സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏത് സീൻ? നമ്മുടെ മറ്റേ ലക്ഷ്മി പറയില്ലേ ഇവരെ വീട്ടിൽ കയറ്റം കൊള്ളത്തവരാണ്, വീട്ടിൽ കയറ്റില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് കുറെ പേര് മാസമായിട്ട് കൊണ്ടു നടക്കണ്ടായിരുന്നു. അപ്പോ അത് പിന്നീട് ലക്ഷ്മി എന്നെ മാറ്റി പറഞ്ഞൊരു സീൻ നമ്മൾ കണ്ടതാണ്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അത് ബിഗ് ബോസിലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ. അപ്പോ ആ ഒരു സമയത്തിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം. അത് അവസാനവും പറഞ്ഞു കേട്ടോ. അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന, വീട്ടിൽ നിൽക്കും അതുപോലെ എനിക്കും ഒഴിവുള്ള സമയത്ത് ലാലേട്ടൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് വരും ചെയ്തു. ഈ ഒരു ഷോര അവസാനം ഏറ്റവും ഫൈനലില് ഇവർ രണ്ടുപേരും വന്ന് ഇവർ രണ്ടുപേരുടെ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ലാലേട്ടൻ എത്രയും വേഗം അവരെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്താ പറയാ, ലാലേട്ടനും നല്ലത് തന്നെയാണ്. അത്രയും സപ്പോർട്ടാണ് ലാലേട്ടന് കിട്ടുക. ഈ കൂതറകളുടെ സപ്പോർട്ടൊന്നും ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അവരെ കൂതറകൾ തന്നെ പറയാൻ പറ്റുള്ളൂ. കൂതറകൾ എന്ന് പറഞ്ഞാൽ 6ാം നൂറ്റാണ്ടുകാരും ശിലായുഗക്കാരായിട്ടാ പറയണേ. ഈ ശിലായുഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അധികം കേട്ടുകൾ ഉണ്ടാവില്ല. ശിലായുഗ കാലത്ത് ആരായിരുന്നു നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഈ 6ാം നൂറ്റാണ്ടുകാരോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിന് നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ കമന്റിലൊന്ന് കുറച്ച് ഉത്തരം പറയണം. ഈ ശിലായുഗക്കാരോടും 6ാം നൂറ്റാണ്ടുകാരോടൊക്കെ പറയണേ. അതായത് ഈ ഒരു lesbian കപ്പിൾസിനെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റീനെ അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ടല്ലോ, അവരോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കമന്റിൽ മറുപടി പറയാം. ഇവർ രണ്ടുപേരും ആദില നൂറ നിങ്ങളെ ഏത് തരത്തിലാണ് ദ്രോഹിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ? നിങ്ങളെ അവരെന്തെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ? ദ്രോഹിക്കൽ പോട്ടെ, എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളു വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വേദനിപ്പിക്കുകയും അതുപോലെ ദ്രോഹിക്കുകയും ഏതെങ്കിലും രീതിയിൽ വാക്കുകൊണ്ട് പോലും നിങ്ങളെ ഇതാക്കിയിട്ടുണ്ടോ? അതായത് ഇവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമായിട്ടാണ് ഞാൻ ചോദിക്കണേ. അങ്ങനത്തെ അവരെന്തെങ്കിലും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹമോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ടോ? ഇവർ രണ്ടുപേരും ഇവരുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നു, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീവ്രവാദികളെ വരെ ന്യായീകരിക്കുന്ന ചില ഊളകളുണ്ട്. അവര് വരെ ഇവർക്കെതിരെ കമന്റുകൾ ഇടുന്ന് കാണാൻ പറ്റും. തീവ്രവാദികൾ വരെ ചിലപ്പോൾ ന്യായീകരിക്കുന്നുണ്ടാവും ഇവര്. അതായത് സുരക്ഷാ ഭീഷണി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുണ്ടായല്ലോ ഒരു സംഭവം ഉണ്ടായല്ലോ, വലിയൊരു സംഭവം, നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവുന്ന രീതിയിൽ സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെ കുറിച്ചാണ് അവർ സംസാരിക്കേണ്ടായിരുന്നത്. അല്ലാണ്ട് തീവ്രവാദികൾക്കെതിരെ ഒരു അക്ഷരം പോലും ഒരു മിണ്ടില്ല. അവര് വരെ ഇവർക്കെതിരെ, അതായത് ആദിലേക്ക് നൂറയ്ക്കെതിരെ, ഇവർക്കൊക്കെ എന്ത് ദ്രോഹമാണ് ഇവർ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയാം. ഇവരെ കമ്മ്യൂണിറ്റിയോ ഇവരോ എന്തെങ്കിലും തരത്തിലുള്ള ദ്രോഹം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റിൽ പറയാം. അപ്പൊ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാമല്ലോ. അല്ലാതെ ഒരു കാര്യമില്ലാതെ രണ്ടുപേരെ കുറിച്ച് ഇങ്ങനെ അത്രയും മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ദേഷ്യം കയറും, അത്രയും ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരും ഈ കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ഇടാൻ പറ്റുന്നതെന്ന് അറിയില്ല. എങ്ങനെയാണ് ഒരാളെ ഇത്രയും വ്യക്തിഗത ചെയ്യുന്ന രീതിയിൽ, വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ കമന്റൊക്കെ ഇട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതെന്ന് ഒരിക്കലും മനസ്സിലാവണില്ല. എന്തായാലും ഇവരെ എതിർക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു ചിന്താഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു അടിമ മനോഭാവമാണ്. അതായത് ഈ ഒരു മതവിശ്വാസികളാണ് മെയിനായിട്ട് ഈ ഒരു അടിമ ചിന്താഗതി ഉള്ളത്. അവർ വിചാരിച്ചതാണ് അവരുടെ പാരമ്പര്യം, അവരെ എന്തൊക്കെയാണ് പഠിച്ചത് അതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. ആ ഒരു കാര്യം തന്നെയാണ് അവരെ ഈ ഒരു രീതിയിലുള്ള പ്രതികരണമൊക്കെ. അവർ കണ്ടിട്ടില്ലല്ലോ, അവർ കണ്ടു വളർന്നിട്ടില്ലല്ലോ. എങ്ങനെയാണ് ലോകം എങ്ങനെയാണെന്നൊന്നും ഇവർക്ക് അറിയില്ല.
ഇത് പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇവരുടെ. ആ ഒരു സാഹചര്യമാണ്. ഇവർക്ക് ഒന്നും അറിയില്ല, ഇവർ ലോകം കണ്ടിട്ടില്ല. പൊട്ടക്കിണറ്റിലെ തവളകളാണ് ഇവരൊക്കെ. പുരോഗമനം എന്താണെന്നോ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കണമെന്നോ കൃത്യമായിട്ട് അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റില്ല. ഈ ഒരു സംഭവം പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇവർ രണ്ടുപേരും എന്താണെന്ന് നിങ്ങളുടെ കുട്ടി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാന്ന്. അത് പറഞ്ഞു കൊടുക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ കുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം പറയേണ്ട കാര്യം അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ച രണ്ട് സ്ത്രീകളാണ് എന്നാണ്. നിന്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് അവർ സ്നേഹിക്കുന്നത്. അവർ സ്ത്രീകളാണെന്ന് മാത്രം. അതുപോലെ പുരുഷന്മാരും പരസ്പരം വിവാഹം കഴിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ അതുപോലെ ആവണമെന്നൊന്നുമില്ല. ഇത് തോന്നിയ പോലെ ആവുന്ന സംഭവമല്ല. അതിന് സയന്റിഫിക് ആയിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ട്. അതിന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കൃത്യമായിട്ട്, അല്ലെങ്കിൽ വീഡിയോ നീണ്ടുപോകും. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, അവർ സാധാരണക്കാർ തന്നെയാണ്. അവർ സാധാരണയായി കാണുന്ന മനുഷ്യർ തന്നെയാണ്. അവർ വേറെ ആൾക്കാരൊന്നുമല്ല. അവർ നമ്മുടെ ആൾക്കാരാണ്, നമ്മൾപ്പെട്ടവരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് ജോലിയുണ്ട്, അവർക്ക് വികാരങ്ങളുണ്ട്, അവർക്ക് ഓരോ കാര്യങ്ങളുണ്ട്, സ്നേഹം, സന്തോഷം, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവർ വേറെ എന്തൊക്കെയാണെന്നൊന്നും അല്ല പറഞ്ഞ് പേടിപ്പിക്കേണ്ടത്. ഇനിയിപ്പോ നിങ്ങളുടെ പേടി നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയാവണത്. ഇത് ഇൻഫ്ലുവൻസ് ആവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ അതിലേയും നൂറേയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. ശരിയെന്ന്.